ഒറ്റശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മുകുന്ദൻ മേനോനും അങ്കിതയും കൂടി ഒരു തീരുമാനമെടുക്കുകയാണ്. തൻ്റെ കുഞ്ഞിൻ്റെ മേലൊരു അവകാശം മറ്റാരും അവകാശപ്പെട്ടു വരരുതെന്നുള്ളൊരു തീരുമാനം രണ്ടുപേരും ചേർന്നെടുക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ അവകാശം എല്ലാ തരത്തിലും അങ്കിത തന്നെയാണെന്നുള്ള ഉറപ്പിക്കുന്ന രേഖകളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മേനോൻ സാറ് ഇപ്പോൾ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രതാപൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് മേനോൻ സാറും അങ്കിതയും. അങ്ങനെ പ്രതാപനോടായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രതാപനോട് മേനോൻ സാറ് അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വളരെ സന്തോഷമുണ്ടോ എന്നെല്ലാം. എൻ്റെ കുടുംബം നിലനിർത്താനായിട്ട് ഈ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷമാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളതെന്ന് മേനോൻ സാറ് പറയുന്നുണ്ട്. അതും എൻ്റെ ചോരയിൽ തന്നെയുള്ളൊരു കുഞ്ഞ്. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നും. ഇതെല്ലാം കേൾക്കുന്ന പ്രതാപന് വളരെ സന്തോഷമാവുന്നുണ്ട്. പിന്നീടാണെങ്കിൽ മീനാക്ഷി ആഗ്രഹിച്ച പോലെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ദിവസം ഒക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ദിവസം വന്നെത്തുകയും ചെയ്യുന്നുണ്ട്. തുളസി ചേട്ടനാണെങ്കിൽ ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും മകൾക്ക് വേണ്ടിയെല്ലാം മൗനം പാലിക്കുകയാണ് അദ്ദേഹം. നൂലുകെട്ടിന് ആരെയും ക്ഷണിക്കാത്ത ഒരു ചെറിയ ചടങ്ങാണ് നടത്തുന്നത്. അവിടേക്ക് അതിഥിയായി എത്തുന്നത് ചന്ദ്രമോഹൻ സാറ് മാത്രമാണ് എത്തിച്ചേരുന്നത്. തുളസി ചേട്ടനാണെങ്കിൽ ഈ ചടങ്ങിലൊന്നും പങ്കെടുക്കാണ്ട് മാറി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നൂലുകെട്ട് പരിപാടിയെല്ലാം ഭംഗിയായി നടത്തുന്നത് മീനാക്ഷിയാണ്. അങ്ങനെ പ്രസന്നയാണെങ്കിൽ കുട്ടിക്ക് വളയെല്ലാം ഇട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ക്യാമറയിൽ പകർത്തുന്നതും ചന്ദ്രമോഹനാണ്. അങ്ങനെ ചന്ദ്രമോഹനാണെങ്കിൽ എല്ലാ ഫോട്ടോസുകളും മേനോൻ സാറിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അവരതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ചന്ദ്രമോഹനാണ് കുഞ്ഞിൻ്റെ മേലിലേക്ക് കുറച്ച് പൈസ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ പൈസ മേനോൻ സാറ് തന്നതാണ്. ഈ മോളെ എത്രയും പെട്ടെന്ന് മേനോൻ സാറ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോകും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞിനെ ഒന്ന് കാണണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്നെല്ലാം പറയുമ്പോൾ മീനാക്ഷിക്ക് ആകെ വളരെ സങ്കടം തോന്നുകയാണ്. മീനാക്ഷി ആ നിമിഷം അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ കാണണമെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടണമെന്ന് പറയുമ്പോൾ എത്ര വേദനയാണ് മീനാക്ഷിക്ക് ഉണ്ടാവുന്നതെന്ന് മീനാക്ഷി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുകയാണ്. പിന്നീട് മീനാക്ഷിയോട് ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് മേനോൻ സാറ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ മീനാക്ഷിക്ക് ആകെ ഒരു പേടിയാവുകയാണ്. എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും കൊണ്ടുപോകാനായിരിക്കുമോ എന്ന് ആലോചിച്ച് അവൾക്ക് വളരെ ആദിയാവുകയാണ്. ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം.